ഇപ്പോൾ സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നതാണ് ഡോക്ടർ ഉമർ എന്ന ചാവേറായി സംശയിക്കപ്പെടുന്നയാൾ. ആ ആളിൻ്റെ ചിത്രമാണ് പ്രേക്ഷകർ കാണുന്നത് സ്ക്രീനിൽ. ശ്രീ ടി കെ രാജ്മോഹൻ, നമ്മൾ ആ ചിത്രം കൂടി പ്രേക്ഷകർക്കായി പങ്കുവെക്കുകയാണ് തത്സമയം. അതാണ് ഞാനൊന്ന് ഇടപെട്ടത്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇത് പഴുതടച്ച സുരക്ഷ ഒരുക്കുമ്പോഴും ഈ ഭീകര പ്രവർത്തകർ അതിലേറെ ശക്തി പ്രാപിക്കുകയാണ് എന്നതാണ്. അപ്പോൾ അതിലേറെ ശക്തമായി സുരക്ഷ ഒരുക്കാനുള്ള സർവ്വസജ്ജമാണോ നമ്മുടെ സൈന്യവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ? തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ഈ കൗണ്ടർ ഇൻ്റലിജൻസ് ഏജൻസി ഉണ്ട്, ഇത് ആൻറ്റി ടെററിനെതിരായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഏജൻസി ഉണ്ട്. നമുക്ക് അതിന് മാത്രം നോക്കാൻ വേണ്ടി നമ്മുടെ NIA മാതിരി ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉണ്ട്. വളരെ നമ്മുടെ സംവിധാനം വളരെ പെർഫെക്റ്റാണ്. പക്ഷേ ആ പെർഫെക്റ്റിനിടയിലും ചില ഫ്രസ്ട്രേറ്റഡ് എലിമെൻറ്റ്സ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ടെററിസ്റ്റുകളെല്ലാം ഫ്രസ്ട്രേറ്റഡ് എലിമെൻറ്റ്സ് ആണ്. അവരെ ഫൈനാൻസ് ചെയ്തിട്ടും അവരെ ഇൻഡോക്ട്രിനേഷൻ നടത്തിയിട്ട് അവരെ ഇതേക്കുറിച്ച് പഠിപ്പിച്ചിട്ട് വിടുകയാണ്. അപ്പോൾ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് എലിമെൻറ്റ്സ് ഇവിടെ ഉണ്ടാവും. ആ ഫ്രസ്ട്രേറ്റഡ് എലിമെൻറ്റ്സിനെ കണ്ടെത്തുന്ന ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. അതാണ് നമ്മൾ ഏജൻസികൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ പഴുതടച്ച സുരക്ഷകൾ മറികടന്നുകൊണ്ട് വരും. അത് എല്ലാ സ്ഥലത്തും സംഭവിക്കുന്നതാണ്. പക്ഷേ അതിനെ കൂടി കവർ ചെയ്ത് വേണം നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ. പ്രോപ്പറായിട്ട് കാര്യങ്ങൾ അറിഞ്ഞ് അതിലാരാണ് ഉത്തരവാദികൾ അവരെ കണ്ടെത്തുക. അതുപോലെയുള്ള സ്ലീപ്പർ സെൽസുകളുണ്ട്. ഇത് ഒരുപാട് സ്ലീപ്പർ സെൽസുകൾ ഇവിടെ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് പല സൈലൻ്റായി നിൽക്കുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ സമയാസമയങ്ങളിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സഹായം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടുവരുന്ന ഈ സംവിധാനം വളരെ എഫക്റ്റീവാണ്. പക്ഷെ അതിന് മറികടന്നുകൊണ്ട് വളരെ സ്ട്രേ ഇൻസിഡൻസ് ആണ്. അത് ഇങ്ങനത്തെ ഇൻസിഡൻസ് ഇനിയും ഉണ്ടാവും. പക്ഷേ അത് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. പക്ഷേ ഇന്ത്യയുടെ സംവിധാനം നോക്കുമ്പോൾ ഇന്ത്യയിലെ നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസി ആയാലും ശരി, നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആയാലും ശരി, നമ്മുടെ ഡൽഹി പോലീസ് ആയാലും ശരി, എല്ലാവരും വളരെ എഫക്റ്റീവായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊന്നും യാതൊന്നുമില്ല. പക്ഷേ ഈ ഫ്രസ്ട്രേറ്റഡ് എലിമെൻറ്റ്സ് ആയ ഇത്തരത്തിലുള്ള ആൾക്കാർ വരുമ്പോഴാണ് അവർ രണ്ട് കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ രണ്ട് കൽപ്പിച്ച് ഇറങ്ങിയിട്ടപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. പക്ഷേ അതുകൂടി ഒഴിവാക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഭരണ സംവിധാനത്തിനുണ്ട്. അത് മാക്സിമം അവർ പ്രവർത്തിക്കുന്നുണ്ട്. അതിനോട് നമുക്ക് എല്ലാ സഹകരണവും കൊടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കിത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്.